ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പിന്നെയും വരാൻ പറയും. ചില എന്തെങ്കിലും മുഴയുണ്ട്, അത് കൂടി വലിപ്പം കൂടുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ പറയും. പക്ഷേ 3 ആകുമ്പം വെറുതെ വിടില്ല, ബയോപ്സി വേണം. 4, 5 ഓഫ് കോഴ്സ് അതാത് സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകും. ബിക്കോസ് ക്യാൻസർ ഒരു ഡോക്ടറല്ല ട്രീറ്റ് ചെയ്യുന്നത്. ക്യാൻസർ എന്ന് പറയുമ്പം അതിൽ സർജൻ ഉണ്ട്, പിന്നെ ഈ ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ ഓൺകോളജിസ്റ്റ് ഉണ്ട്, ഗൈനക്കോളജിസ്റ്റ് ആണല്ലോ ഇതാദ്യം കണ്ടുപിടിക്കുക, ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഓക്കെ, സോ എല്ലാവരും കൂടിയിട്ടുള്ളൊരു ടീം വർക്കാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെറും സർജറി കൊണ്ട് മാത്രം പോരാ. സർജറി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് റേഡിയോ തെറാപ്പി വേണ്ടി വരും. സോ അതൊക്കെ തീരുമാനിക്കാനുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവും, ഓൺകോളജിസ്റ്റൊക്കെയാണ് തീരുമാനിക്കുക ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ ടെസ്റ്റിംഗ് റേഡിയോ തെറാപ്പി വേണോ എന്നുള്ളതൊക്കെ. അപ്പം എപ്പോഴും അതുകൊണ്ടാണ് പറയുന്നത്, എത്രയും നേരത്തെ കണ്ടുപിടിക്കുന്നോ അത്രയും നിങ്ങൾക്ക് ഗുണകരമാകും. അപ്പം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അതാണ് ഉണ്ടാവേണ്ടത്. എന്തെങ്കിലും സിംറ്റം, എന്താണ് നിങ്ങൾ സിംറ്റം കാണുക? 1 മുഴയായിട്ട് വരാം, 2 ചിലപ്പോൾ എന്തെങ്കിലും ഒരു അൾസർ എന്ന് പറയും, ഒരു പുണ്ണായിട്ട് വരാം, 3 നിപ്പിളിൻ്റെ അവിടെ എന്തെങ്കിലും വ്യത്യാസം, ചൊറിച്ചൽ, അവിടുത്തെ നിപ്പിളിൻ്റെ തോല് പോവുക. ചിലപ്പോൾ നിപ്പിള് തന്നെ നമ്മൾ നോക്കുമ്പം അത് തോലൊക്കെ പോയി അത് നശിക്കാനുള്ള ഒരു ഇതായിരിക്കും കാണുന്നുണ്ടാവുക. സോ അങ്ങനെയൊക്കെ വരുമ്പം നിങ്ങളത് മാറും എന്ന് വിചാരിച്ചിരിക്കരുത്. നിങ്ങൾക്ക് പിന്നെ ബ്രസ്റ്റിന് വേദന മാസക്കുളിയുടെ സമയത്ത് ഉണ്ടാകുന്നത് ഒരു സാധാരണയാണ്. മാസക്കുളിയുടെ ഒരു 3 ദിവസം മുമ്പെയോ അല്ലെങ്കിൽ മാസക്കുളി കഴിഞ്ഞതും സാധാരണ വേദന മാറും, അത് പേടിക്കാനില്ല. പക്ഷേ മാസക്കുളിയുടെ സമയം അല്ല, ഇടയിൽ 2 മാസക്കുളിൻ്റെ ഇടയിൽ നമുക്ക് വെറുതെ ഇങ്ങനെ ബ്രസ്റ്റിൽ വേദന വന്നാൽ അത് നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി അത് എസ്പെഷ്യലി അത് 2 ആഴ്ചയിൽ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണും. അത് കുഴപ്പമില്ലാത്തതാണ്, ഉടനെ സ്കാൻ ചെയ്യുക, എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഡോക്ടറെ കണ്ട് വേണ്ട എന്താ വെച്ചാൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഇതൊക്കെ. പിന്നെ ഇവിടെ കഴുത്തിന് വരിക, ഇവിടെ കഴല വരിക, കക്ഷത്ത് ചിലപ്പോൾ ഇവിടെ ബ്രസ്റ്റിൽ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ നോക്കുമ്പം ഈ കക്ഷത്തായിരിക്കും നിങ്ങൾക്ക് മുഴ കിട്ടുന്നത്, അല്ലെങ്കിൽ ഇവിടെയായിരിക്കും നിങ്ങൾക്ക് മുഴ, കഴുത്തിൻ്റെ ഈ എല്ലിൻ്റെ മേലെ മുഴ കിട്ടുന്നത്, ഓർ ഇവിടെ മുഴ കിട്ടുന്നത്. അപ്പോഴും നിങ്ങൾ ഡോക്ടറെ കാണണം, എന്തുകൊണ്ട് ആ മുഴ വന്നു എന്നുവെച്ചാൽ ചിലപ്പം ബ്രസ്റ്റിൽ എവിടെയും കാണില്ല. ആദ്യം കാണുന്നത് ഈ മുഴയായിരിക്കും, പക്ഷെ അത് ക്യാൻസറിൻ്റെ തുടക്കമാവാം. ഇതെല്ലാം സാധ്യതകൾ പറയുന്നേ ഉള്ളൂ, പേടിപ്പിക്കാനായിട്ട് പറയല്ല. ബിക്കോസ് നമുക്ക് നമുക്കത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാണുമ്പോൾ നമുക്കത് വേണ്ടത് ചെയ്യാം, അല്ലേ? നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാം, നമ്മളെ ജീവൻ രക്ഷിക്കാം. നേരത്തെ കണ്ടുപിടിച്ച ഒരു പ്രശ്നമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എത്രയോ ക്യാൻസേഴ്സ്, ഇപ്പം യൂട്രസിൻ്റെ ക്യാൻസർ, സെർവിക്സിൻ്റെ ക്യാൻസർ ഒക്കെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ അവരൊരു കുഴപ്പമില്ലാണ്ട് ജീവിച്ചു പോകുന്നുണ്ട്. പക്ഷേ ആ സ്റ്റേജ് നമ്മൾ മിസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടില്ല, നമ്മൾ അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് പോയാലാണ് പിന്നെയുള്ള കഷ്ടപ്പാട് മുഴുവൻ നമുക്ക് വരിക. ചെയ്യേണ്ടത് മുഴുവൻ ചെയ്യണം, താനും വളരെ ബുദ്ധിമുട്ടായിരിക്കും, ഒക്കെ ഉണ്ടാവും. സോ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈവൻ പ്രഗ്നൻസിയിൽ വരെ ക്യാൻസർ വരാം. പ്രഗ്നൻസിയിൽ ക്യാൻസർ വന്നാൽ നമ്മൾ സാധാരണ എന്താ വെച്ചാൽ ആ മുഴ മാറ്റുമല്ല ചെയ്യുന്നത്, ആ ബ്രസ്റ്റ് അങ്ങ് എടുത്ത് കളിക്കും. അതാണ് സേഫസ്റ്റ്. പ്രഗ്നൻസിയിൽ നമുക്ക് ആദ്യത്തെ 3 മാസം, ആ 9 മാസത്തിലും എപ്പോൾ വേണമെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ അതിൻ്റെ സർജറി ചെയ്യാം. അത് ചെയ്തിരിക്കും. പ്രഗ്നൻസിയിൽ വന്നാൽ നമ്മൾ പിന്നത്തേക്ക് മാറ്റില്ല. ബിക്കോസ് പിന്നെ റേഡിയോ തെറാപ്പി കാര്യങ്ങളൊക്കെ വേണം. സോ ആദ്യം തന്നെ ബ്രസ്റ്റ് എടുത്ത് കളയണം. അങ്ങനത്തെ ഒരു അതാണ് നമ്മൾ ബ്രസ്റ്റ് എടുത്ത് കളയും. പ്രഗ്നൻസിനെ അത് ബാധിക്കില്ല. ഇപ്പം ഒരു കുട്ടി ഉള്ളിൽ വളരുന്നുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു സർജറി ചെയ്താൽ എൻ്റെ കുട്ടിക്ക് വല്ലതും പറ്റുമോ എന്നുള്ള ചിന്ത വേണ്ട. എന്തുകൊണ്ടാച്ചാൽ പ്രഗ്നൻസിയിലും നമുക്ക് ബ്രസ്റ്റിന് വല്ലതും വന്നാൽ എടുത്ത് കളയാം. എന്നാന്ന് വെച്ചാൽ ഇപ്പം ചെറുപ്പക്കാർക്കാണ് കൂടുതലായി കാണുന്നത്, പ്രായം 50 വയസ്സിന് താഴെ, റാദർ ദാൻ 50 വയസ്സിൽ. ഇപ്പം മാസത്തിൽ നിന്ന് കഴിഞ്ഞിട്ടുള്ള ക്യാൻസർ നമ്മൾ അത്ര, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ട് ഒരു മാസത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് ക്യാൻസർ ഉണ്ടെങ്കിൽ 50 വയസ്സുള്ള ആൾക്കാർ അത്ര പേടിക്കേണ്ട, ഞങ്ങൾക്കും വരുമെന്നുള്ളത്. പക്ഷേ 50 വയസ്സിന് താഴെയുള്ള ഏതെങ്കിലും ഒരു കുടുംബത്തിലുള്ള ഒരാൾക്കാണ് ക്യാൻസർ വന്നെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇപ്പം നമ്മൾ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവായി ഇപ്പം നമ്മളെ അമ്മയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റേഴ്സിന്, ബ്രദർ, ഈവൻ ആണുങ്ങൾക്കും ക്യാൻസർ വരാം. ബ്രസ്റ്റിന് സ്ത്രീകൾക്കാണ് കൂടുതലെങ്കിലും ആണുങ്ങൾക്കും വരാം, മെയിലിന് വരാം.
സോ നമ്മുടെ കുടുംബത്തിൽ സപ്പോസ് ഏതെങ്കിലും ഒരാളിൽ ഉണ്ട്, നമ്മുടെ സ്വന്തം, ഞാൻ ഈ പറയുന്ന ബ്രദർ അല്ലെങ്കിൽ അങ്കിൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അമ്മയുടെ ബ്രദർ, നമ്മുടെ സ്വന്തം ബ്രദർ, നമ്മുടെ സ്വന്തം സിസ്റ്റർ, നമ്മുടെ കുട്ടി, നമ്മുടെ അമ്മ, നമ്മുടെ അച്ഛൻ ആർക്കെങ്കിലും വരികയാണെങ്കിൽ നമ്മൾക്ക് ചാൻസ് കൂടും വരാം. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. നമ്മൾ ടെസ്റ്റ് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും കണ്ടില്ല ഏത് ഡോക്ടർക്കാണ് ഫാമിലിയിൽ ഇങ്ങനെ ക്യാൻസർ ഉണ്ട് എന്നുള്ള വിവരം ഡോക്ടർ അറിയണം. എന്നാൽ അതിനനുസരിച്ച് വേണ്ട ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി എന്തൊക്കെയാണ് ഇപ്പം ജസ്റ്റ് ഒരു ഇനി എനിക്ക് പറയാനുള്ളത് എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ്, അതിൽ കുറേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ഫാമിലി ഹിസ്റ്ററി എന്തൊക്കെ ഇമ്പോർട്ടൻ്റ്? ഒന്ന് നമ്മൾ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് എന്ന അച്ഛൻ, അമ്മ, ബ്രദർ, സിസ്റ്റർ, നമ്മുടെ സ്വന്തം കുട്ടി ആർക്കെങ്കിലും ആണ്. പിന്നെ ഒരു കുടുംബത്തിൽ തന്നെ ചിലപ്പം ഒന്നിൽ കൂടുതൽ പേർക്ക് ക്യാൻസർ ഉണ്ടാവാം, അതും ഒരു റിസ്ക് ഫാക്ടറാണ്. ചിലപ്പോൾ അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഒരു പേഷ്യൻ്റ് കണ്ടു, അവിടെ എല്ലാ സിസ്റ്റേഴ്സും ക്യാൻസർ. അവരെപ്പോഴോ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, നോക്കുമ്പം ഇവർ വന്നത് എന്താ വെച്ചാൽ അവരെല്ലാ ചേച്ചിമാർക്കും അനിയത്തിമാർക്കും ഒക്കെ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ. അപ്പോൾ പേടിച്ച് വന്നതാണ് ഇവർക്ക് ഇനി എന്ത് ചെയ്യണം എന്നുള്ളത്. ഓക്കെ. പിന്നെ കുടുംബത്തിൽ തന്നെ ക്യാൻസർ വന്ന ആൾക്കാർക്ക് വളരെ നേരത്തെയാണോ വന്നത്? നേരത്തെ എന്ന് പറഞ്ഞാൽ 50 വയസ്സിന് മുമ്പേ, ചെറിയ പ്രായത്തിലാണോ ക്യാൻസർ വന്നത്? അതും ഇമ്പോർട്ടൻ്റാണ്. ചെറിയ പ്രായത്തിലെ ക്യാൻസർ വന്നെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ ബന്ധുവാണെങ്കിൽ നമ്മളെ കാര്യങ്ങൾ നോക്കണം, നമുക്കങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നോക്കണം. അതൊക്കെ നമ്മൾ ചെയ്യണം. പിന്നെ സപ്പോസ് ഒരു ബന്ധുവിന് വന്നു, ചേച്ചിയാന്ന് വെച്ചോളൂ, ചേച്ചിക്ക് 2 ബ്രസ്റ്റിലും വന്നു, ഒന്നിൽ മാത്രമല്ല മറ്റേതിലും വന്നു, അതും അപകടകാര്യമാണ്. അങ്ങനെയാണെങ്കിലും നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ചാൻസ് കൂടും. ആൻഡ് വേറൊന്ന് ആളുകളെ പറ്റി പറഞ്ഞു. അപ്പം നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടാനുള്ള ചാൻസ് ഒരു 5 തൊട്ട് 10% വരെ ഉള്ളൂ കിട്ടാൻ. വേറെ 2 ജീൻസ് ഉണ്ട്, നമ്മൾ BRCA എന്ന് പറയും. BR എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ്, CA എന്ന് പറഞ്ഞാൽ ക്യാൻസർ. അങ്ങനെ ബ്രസ്റ്റ് ക്യാൻസർ ജീൻ ഉണ്ട്. ജീൻ അത് 1ഉം 2ഉം അതുണ്ട്. അപ്പം ഈ ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ എല്ലാവർക്കും നമ്മൾ ഈ ടെസ്റ്റിംഗ് ചെയ്യും. അവർ ഈ ജീൻ അവർക്കുണ്ടോ, അതുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ. നമുക്കും ആ ടെസ്റ്റിംഗ് ചെയ്യാം. ബിക്കോസ് ഇന്നലെ ഞാനൊരു കുട്ടീനെ കണ്ടു, അവളുടെ അമ്മയ്ക്ക് വളരെ നേരത്തെ ക്യാൻസർ വന്നു, ഈ ജീൻ പോസിറ്റീവ് ആയിരുന്നു. അപ്പം നമ്മൾ എന്തിനാണ് ടെസ്റ്റിംഗ് ചെയ്യുന്നത്? നമുക്കും പോസിറ്റീവ് ആണെങ്കിൽ അപ്പോൾ നമ്മൾക്ക് പലതരം ബ്രസ്റ്റിൻ്റെ മാത്രമല്ല വേറെയും സ്റ്റമക് ക്യാൻസർ, പാൻക്രിയാസിക് ക്യാൻസർ, നമ്മളെ വൻകുടൽ ക്യാൻസർ, ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ആ ജീൻ ഇപ്പം നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമുക്ക് ആ ജീൻ പോസിറ്റീവ് ആണോ എന്ന് നമ്മൾ നോക്കണം. അതിന് ജനറ്റിക് ടെസ്റ്റിന് ഉണ്ട്, ജനറ്റിക് കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ജനറ്റിക് ടെസ്റ്റിനെ പറ്റി അവരുടെ പോയാൽ ഇങ്ങനെ ഫാമിലി ഉണ്ട്, ക്യാൻസർ ഉണ്ട്, ജീൻ BRCA1 പോസിറ്റീവാണ്, അങ്ങനെ പറഞ്ഞാൽ അവരോട് എന്താ വേണ്ടത്, നിങ്ങളുടെ റിസ്ക് എത്രയാണ്, എല്ലാം അവർ പറഞ്ഞു തരും. ജനറ്റിക് കൗൺസിലേഴ്സ് ഉണ്ട്, അതാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് നമ്മുടെ റിസ്ക് അറിഞ്ഞാൽ വേറെ എന്തെങ്കിലും നമ്മൾ ചെയ്യാനുണ്ടോ ഇതൊക്കെ അറിയാം. പിന്നെ വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, സപ്പോസ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഓവേറിയൻ ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഒക്കെ കുടുംബത്തിലുണ്ടെന്ന് വെച്ചോളൂ. അപ്പം നമുക്ക് എന്തെങ്കിലും കാരണത്താൽ നമുക്ക് ഗർഭപാത്രം എടുത്ത് കഴിയേണ്ടി വന്നു എങ്കിൽ, നമ്മൾ കുടുംബം ഫാമിലി കംപ്ലീറ്റ് ആയി പ്രസവം നിർത്തി ഇനിയൊരു കുട്ടി ഉണ്ടാവാൻ ഉദ്ദേശിച്ചില്ല എങ്കിൽ ഈ ഗർഭപാത്രം എടുത്ത് കഴിയുന്നതിനോടെ നിങ്ങൾക്ക് 35 വയസ്സാണെങ്കിൽ പോലും ആ ഓവറി കൂടി എടുത്ത് കളയാം. എന്തിനാ ട്യൂബും ഓവറിയും കൂടെ എടുത്ത് കളയാൻ ഡോക്ടറോട് നിങ്ങൾക്ക് ആവശ്യപ്പെടാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഓവറിയും ട്യൂബും എടുത്ത് കഴിയുമ്പോൾ ഈ ഹോർമോണിൻ്റെ ആക്ഷൻ ബ്രസ്റ്റിൻ്റെ മുകളിൽ ഉണ്ടാകും. ഈ ഓവറീസ് ആണല്ലോ കൃത്യമായിട്ട് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് കറക്റ്റായിട്ട് മാസത്തിൽ വരിക, അങ്ങനെയൊക്കെ വരുമ്പം ഹോർമോൺസ് എല്ലാ മാസവും ഉണ്ട്. സോ ഹോർമോൺസ് വരുമ്പോൾ ഈ ഹോർമോൺസ് നമ്മുടെ ബ്രസ്റ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്യും. അതിൽ പ്രൊജസ്ട്രോണാണ് കൂടുതൽ അപകടം. ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, പ്രൊലാക്റ്റിൻ ഇതൊക്കെയാണ് ഹോർമോൺസ്. അതിൽ പ്രൊജസ്ട്രോണാണ് കൂടുതൽ. പ്രൊജസ്ട്രോണാണ് ഈ സെൽസിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ സഹായിക്കും. ഓക്കെ. അത് ക്യാൻസർ എന്താണ്? ക്യാൻസർ സെൽസ് ശരിക്കും നമ്മളെല്ലാവരെയും ദേഹത്തിലുണ്ട്. പക്ഷേ നമ്മുടെ ബോഡി നമ്മുടെ ദേഹത്തിൽ ഈ പ്രതിരോധ ശക്തി നമ്മുടെ ദേഹത്തിലുണ്ട്. അപ്പം ക്യാൻസർ സെൽസിനെ എന്നും ഉണ്ടാകുന്ന ക്യാൻസർ സെല്ലിനെ ഈ പ്രതിരോധ ശക്തി നമ്മുടെ നല്ലതാണെങ്കിൽ ക്യാൻസർ സെൽസ് അത് നശിപ്പിക്കും. അപ്പം നമുക്ക് ക്യാൻസർ വരില്ല. പക്ഷേ അതിനെ നശിപ്പിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഒരു ക്യാൻസർ സെല്ലിന് പ്രവണത എന്താ?
ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ, അതിൻ്റെ നമ്പർ ഒന്നിൽ നിന്ന് അത് കൂടി 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 അതിന് ഡബിളിങ് ടൈം എന്ന് പറയും, അത് കൂടി വരും. സോ അങ്ങനെ ഇരട്ടിച്ച് ആണിലാണ് മുഴയാവും. സോ ഇത് ഡബിളിങ് അതിനൊരു 6 തൊട്ട് 9 മാസം വരെയാണ് അതിൻ്റെ ഡബിളിങ് ടൈം എന്ന് പറയാം, 1 സെൻറ്റിൽ അത് ഇത് ഇരട്ടിക്കാൻ. പിന്നെ അത് കഴിഞ്ഞ് ഒരു 5-10 കൊല്ലമാവുമ്പോഴേ അതൊരു മുഴയായി മാറുള്ളൂ. മനസ്സിലായോ? ഒരു ചെറിയ മുഴ, 1 സെൻറ്റിമീറ്റർ മുഴ പുറത്ത് നമുക്ക് തൊട്ട് അറിയണമെങ്കിൽ അത് 5-10 കൊല്ലമാവും. അപ്പം നമുക്ക് നല്ലോണം സമയമില്ലേ? നന്നായിട്ട് സമയം. അത് മുഴയാവുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഫാമിലിയിൽ കുടുംബത്തിലാക്കുന്നതിലൂടെ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആ രോഗം വരാതെ നോക്കാം. ഞാൻ പറഞ്ഞ് മനസ്സിലായില്ല എല്ലാവർക്കും? ബിക്കോസ് അത്രയും സമയം എടുക്കും. ഇത് പെട്ടെന്ന് ദിവസം ഉണ്ടാകുന്ന രോഗമല്ല. നിങ്ങളൊരു മുഴ കാണുമ്പോഴത്തേക്ക് ഇത് 10 കൊല്ലം മുമ്പേ അത് തുടങ്ങിയിട്ടുണ്ടാവും. ഒരു ചെറിയ ഒരു കോശത്തിൽ തുടങ്ങി, പിന്നെ അത് കൂടിയിട്ടാണ് ഈ 10 കൊല്ലത്തിൽ ഒരു 1 സെൻറ്റിമീറ്റർ മുഴയായി മാറുന്നത്. സോ നിങ്ങളൊരു മുഴ കാണുമ്പോഴത്തേക്ക് ഒരു 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ ആണെന്ന് ആലോചിച്ച് നോക്കും എത്ര മുമ്പേ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ഉദ്ദേശം എന്താ? തുടക്കത്തിലേ കണ്ടുപിടിക്കാം. മുഴയാവുന്നതിനെക്കാട്ടും മുമ്പേ നമ്മൾ കണ്ടുപിടിക്കാൻ സാധിക്കണം. അതിന് പല ടെസ്റ്റുകളുണ്ട്. ഒന്ന്, ഏറ്റവും നമ്മളിപ്പോൾ ഒരു 35 വയസ്സിന് താഴെയാണ് എങ്കിൽ ശരിക്കും ഒരു 20 വയസ്സ് വരെ ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ്. പിന്നെ 20 വയസ്സിന് മേലിൽ അത്ര ഒരു ചാൻസ് ഉണ്ട്. ഒരു 30 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് കൂടുതൽ ചാൻസ്. അപ്പം നമുക്കത് കണ്ടുപിടിക്കാൻ പല ഉപായങ്ങളുണ്ട്. അൾട്രാസൗണ്ട് ഉണ്ട്, മാമോഗ്രാഫി ഉണ്ട്, പിന്നെ MRI സ്കാൻ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. ഓരോ ആളുടെ പ്രായത്തിനനുസരിച്ചിട്ടും ആണ് നമ്മൾ തീരുമാനിക്കുക ഏതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഈ ബ്രസ്റ്റ് ക്യാൻസർ ശരിക്ക് വരാതിരിക്കാനും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന് എന്താ വെച്ചാൽ, കല്യാണം കഴിഞ്ഞാൽ ഒരു 10-20 വയസ്സ് കല്യാണം കഴിഞ്ഞെങ്കിൽ എത്രയും പെട്ടെന്ന് ആദ്യത്തെ കുട്ടി ജനിക്കണം. അല്ലാണ്ട് 20 വയസ്സാകുമ്പോൾ ഇപ്പം ആൾക്കാർ പൊതുവെ വരുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ഇപ്പം കുട്ടി വേണ്ട, ഞങ്ങൾക്കൊരു 35 വയസ്സ് കഴിയട്ടെ, ഇപ്പം ഞങ്ങൾക്ക് ജോലിയിലൊന്ന് ശരിയാവണം, ഞങ്ങൾക്ക് മര്യാദയ്ക്ക് ജോലി, ഞങ്ങൾ ഫിനാൻഷ്യൽ എല്ലാം ഇതെല്ലാം ശരിയായിട്ട് ഞങ്ങൾക്കൊരു കുട്ടി വേണ്ടു. പക്ഷെ അപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? കാലങ്ങൾ കടന്നു പോകും. ഓക്കെ, അപ്പം 30 വയസ്സിന് ശേഷമാണെന്നുള്ള ആദ്യത്തെ കുട്ടി ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് ബ്രസ്റ്റ് ക്യാൻസറിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഇല്ല. മനസ്സിലായോ? പക്ഷേ 30 വയസ്സ് താഴെ ഏർലി ഒരു 20 to 30, അതിൽ ആ 20-25 വയസ്സിനിടയിലൊക്കെയാണ് നിങ്ങൾക്ക് ആദ്യ കുട്ടി ഉണ്ടാകുമെങ്കിൽ അത് നിങ്ങൾക്ക് ബ്രസ്റ്റ് ക്യാൻസറിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷനാണ്. 20 വയസ്സ് താഴെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇന്ന് താരം 15-18 വയസ്സിലൊന്നും ആരും കല്യാണം കഴിക്കുന്നില്ല. സോ ആസ് ഏർലി ആസ് പോസിബിൾ കല്യാണവും കുട്ടി അത് നേരത്തെ ആവുകയാണെങ്കിൽ അത് പ്രൊട്ടക്ഷൻ. എന്തുകൊണ്ട്? ബിക്കോസ് ഈ മാസക്കുള്ളി നമുക്ക് എല്ലാ മാസവും കറക്റ്റായിട്ട് ഉണ്ടാകുമ്പോൾ ഹോർമോൺസിൻ്റെ ആക്ഷൻ വരും, ഈസ്ട്രജൻ വരും, പ്രൊജസ്ട്രോൺ വരും, അല്ലേ? ഹോർമോൺ ആക്ഷൻ ഈ സ്ഥലത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെ മുകളിൽ ഉണ്ടാവും. സോ പ്രഗ്നൻ്റ് ആവുമ്പോൾ എന്താവും? 9 മാസം മാസക്കുടി ഇല്ല, അല്ലേ? പിന്നെ അത് കഴിഞ്ഞ് കുട്ടിക്ക് പാല് കൊടുക്കുമ്പോഴോ അപ്പോഴും മാസക്കുടി കുറച്ച് മാസങ്ങൾ, ചിലരുടെ ഒരു 2 മാസം ആവുമ്പോഴേക്കും മാസക്കുടി വരും, ചിലർക്ക് 1.5 കൊല്ലൊക്കെ മാസക്കുടി വരാണ്ടിരിക്കും ഈ ബ്രസ്റ്റ് ഫീഡിങ് കാരണം. അപ്പോഴും മാസക്കുടി വരാത്ത സമയത്ത് നമുക്കതൊരു പ്രൊട്ടക്ഷനാണ്. ഹോർമോൺ സെക്രീഷൻ ഇല്ല, മാസക്കുടി ഇല്ല. അപ്പോൾ അത് നമ്മളെ ബ്രസ്റ്റ് ക്യാൻസറിൽ നിന്ന് രക്ഷിക്കും. ഓക്കെ, പിന്നെ എപ്പോഴും അപ്പോൾ ആദ്യത്തെ പ്രസവമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ നിങ്ങൾ എത്ര പ്രസവിച്ചോ അല്ല, ആദ്യത്തെ പ്രസവം. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു കുട്ടി ഉണ്ടാകുന്നത് ഒരു 30 വയസ്സിന് ശേഷം മതി എന്ന് പറഞ്ഞ് ലേറ്റ് ആക്കരുത്. കുട്ടി ഉണ്ടാകാൻ ഉദ്ദേശമുണ്ടോ എത്രയും നേരത്തെ, ബിക്കോസ് അത് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷനാണ്. പിന്നെ കുട്ടിക്ക് പാല് കൊടുക്കുന്നത് അതും പ്രൊട്ടക്ഷനാണ്. മിനിമം നിങ്ങൾ 1 കൊല്ലെങ്കിലും കുട്ടിക്ക് പാല് കൊടുക്കണം. 2 കൊല്ലം കൊടുത്താൽ ഉത്തമം. 1 കൊല്ലം മിനിമം കൊടുത്താൽ അതും നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷനാണ് ക്യാൻസർ വരാണ്ടിരിക്കാൻ, ഈ പാല് കൊടുക്കുന്നത് കുട്ടിക്ക്. പിന്നെ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ നിങ്ങളുടെ ആഹാരം, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ ഒഴിവാക്കേണ്ടത് എന്താണ്? കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ. പിന്നെ മീറ്റിൽ എന്താണ്? റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ മറ്റേ ബീഫ്, മട്ടൻ, അതൊക്കെ റെഡ് മീറ്റിൽ, പോർക്കൊക്കെ റെഡ് മീറ്റിൽ പെടും. റെഡ് മീറ്റ് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യത റെഡ് മീറ്റിൽ കൂടുതലാണ്. നേരെ മറിച്ച് നമ്മളിപ്പോൾ ചിക്കൻ കഴിക്കുകയാണ്, ചിക്കൻ്റെ തോല് കളഞ്ഞിട്ട്, തോല് ഫുൾ കൊളസ്ട്രോളാണ്, ചിക്കൻ്റെ തോല് കളഞ്ഞിട്ട് ആഴ്ചയിൽ 2 ദിവസം നമ്മൾ ചിക്കൻ്റെ മീറ്റ് മാത്രം കഴിക്കുകയാണെങ്കിൽ വലിയ റിസ്ക് ഇല്ല, ചിക്കൻ കഴിക്കാം. അതേപോലെ ഫിഷും കഴിക്കും.
പക്ഷേ ഫിഷ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നത്തെ ഫിഷിലെല്ലാം mercury ഉണ്ട്. പല ഈ വളർത്തുന്ന ഫിഷ്, പ്രത്യേകിച്ചും ഈ ഫാമിലൊക്കെ വളർത്തുന്ന ഫിഷ് ഉണ്ട്, അത് കഴിയുന്നത് കഴിക്കാതിരിക്കാൻ നല്ലത്. പലരും നമ്മൾ വളർത്തിയ ഫിഷ് എന്ന് വെച്ചാൽ അതിനവർ എന്ത് ചെയ്യും, കുറേ കെമിക്കൽസ് ഫിഷിന് രോഗം വരാണ്ടിരിക്കാൻ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കും. അതൊക്കെ നമുക്ക് ദോഷമാണ്. പിന്നെ പച്ചക്കറി ആകുമ്പോൾ നല്ലപോലെ നമ്മൾ വെള്ളത്തിലിട്ട് 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് കഴുകി കഴിക്കണം. എന്തുകൊണ്ടൊക്കെ ഈ പച്ചക്കറിയിൽ മുഴുവൻ പെസ്റ്റിസൈഡ്സ് ഉണ്ട്, അതും നമുക്ക് ക്യാൻസർ ഉണ്ടാക്കാനുള്ള കാരണമാകും. അതുകൊണ്ട് പച്ചക്കറി കഴിക്കുന്നതിനെ കൊണ്ട് സേഫാണ്. പക്ഷേ പെസ്റ്റിസൈഡ്സ് എത്രയും നിങ്ങൾക്ക് നീക്കം ചെയ്യാൻ പറ്റുമോ തറവായിട്ട് കഴുകിയിട്ട് അത് ചെയ്തിരിക്കണം ആഹാരം കഴിക്കുന്ന ശേഷം. പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ ഇപ്പം ആപ്പിൾ, ഓറഞ്ച്, പേരയ്ക്ക, മുന്തിരിങ്ങ, ഇതൊക്കെ ഇപ്പം ഷുഗറുള്ള ആൾക്കാർക്ക് വരെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട്സാണ്. അപ്പം അങ്ങനെ മധുരം പറഞ്ഞ ഫ്രൂട്ട്സ്, ഈ ഫ്രൂട്ട്സൊക്കെ നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. വേണമെങ്കിൽ ഒരു 10 മണിക്ക് ഒരു ഫ്രൂട്ട് കഴിക്കാം, വൈകുന്നേരം ഒരു ഫ്രൂട്ട് കഴിക്കാം, രാത്രി ഇപ്പം ഭക്ഷണം കഴിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ മധുരം പറഞ്ഞ ഫ്രൂട്ട്സ് കഴിക്കാം. ഓക്കെ, അതും നമ്മളെ സഹായിക്കും. സോ നമ്മുടെ ആഹാര രീതിയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൻലി കൊഴുപ്പ്, പിന്നെ ഈ എണ്ണയിൽ മുക്കി പൊരിച്ച സാധനങ്ങൾ കഴിക്കാതിരിക്കുക. അതുകൊണ്ട് ഈ എണ്ണ ചൂടാകുമ്പോൾ അതിൽ പല ചേഞ്ചസും വരും. അതിനാണ് നമ്മൾ ഈ ആഹാരം ഇട്ട് വറുത്തെടുക്കുന്നത്. പിന്നെ ഒരിക്കൽ നിങ്ങൾ എണ്ണ ഉപയോഗിച്ചാൽ വറക്കാൻ വേണ്ടിയിട്ട് ആ എണ്ണ മാറ്റി വെച്ച് പിറ്റേ ദിവസം പിന്നെയും ഉപയോഗിക്കരുത്. എണ്ണ ഒരിക്കൽ ചൂടാക്കിയാൽ അതിൽ പല കെമിക്കൽ ചേഞ്ചസും വരും, അത് ക്യാൻസറിന് കാരണമാകാം. അതുകൊണ്ട് നിങ്ങൾ വറക്കാനും ഇതിനൊക്കെ എണ്ണ എടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആവശ്യത്തിന് എടുക്കുക, ബാക്കി ഒരു തുള്ളി എണ്ണ കളയുക, അത് ഉപയോഗിക്കേണ്ട. എപ്പോഴും ഫ്രഷ് എണ്ണ ഉപയോഗിക്കണം. ഒരു ദിവസം നിങ്ങൾ വറക്കാൻ അതിനനുസരിച്ച് എണ്ണ എടുത്താൽ മതി. അല്ലാണ്ട് എണ്ണ എത്രയോ പേരുണ്ട് എണ്ണ മാറ്റി വെക്കും, പിറ്റേ ദിവസം അരിച്ചെടുക്കും, അതിൽ ഫ്രഷ് എണ്ണ വയ്ക്കും. അത് വളരെ മോശമാണ്, അതൊന്നും ചെയ്യരുത്. ഉപയോഗിക്കുന്ന എണ്ണ ഒറ്റ പ്രാവശ്യം, അതിനനുസരിച്ച് കുറച്ചെടുത്താലും കുഴപ്പമില്ല. അതാണ് വേറെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. സോ ആഹാരശൈലി. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് എക്സസൈസ്. എന്താ വെച്ചാൽ എക്സസൈസ് ചെയ്താൽ ക്യാൻസർ കുറയും എന്നാണ് പറയുന്നത്. എക്സസൈസ് പറഞ്ഞാൽ നിങ്ങൾക്ക് ജോലി തിരക്കാണ്, നിങ്ങൾക്ക് സമയമില്ല എങ്കിൽ രാത്രി ഭക്ഷണം വീട്ടിലെത്തുമല്ലോ, എത്തിക്കഴിഞ്ഞാൽ രാത്രിത്തെ ഭക്ഷണം കഴിഞ്ഞിട്ട് ഉറങ്ങും മുമ്പേ ഒരു 30 മിനിറ്റ് വീട്ടിനുള്ളിൽ തന്നെ നടക്കാം. വീട്ടിനുള്ളിൽ അതൊരു എക്സസൈസ് ആയി, പക്ഷേ 30 മിനിറ്റ് നടക്കാം. അല്ലാണ്ട് ഭക്ഷണം കഴിഞ്ഞ് ഉടനെ ഉറങ്ങരുത്. ഭക്ഷണം കഴിഞ്ഞാൽ വീട്ടിനുള്ളിൽ ഏതെങ്കിലും ഒരു മുറി സെലക്ട് ചെയ്യാൻ നടക്കാനായിട്ട് ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് ഒരു 30 മിനിറ്റ്. സ്പീഡിൽ നടക്കാൻ പറ്റിയെങ്കിൽ സ്പീഡിൽ നടന്നോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവുന്ന പോലെ 30 മിനിറ്റ്സ് നടന്നിട്ടേ നിങ്ങൾ ഉറങ്ങാൻ പാടുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും, നല്ല ഉറക്കം കിട്ടും. എക്സസൈസിന് എക്സസൈസാണ്. സോ ജോലിയുടെ സ്ഥലത്ത് അങ്ങനെ ചെയ്യാം. രാവിലെ സമയമില്ലാതെ നമ്മൾ സങ്കടപ്പെടേണ്ട. നിങ്ങൾ രാത്രി നിങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങുന്നതിന് ഒരു 30 മിനിറ്റ് നടന്നാൽ മതി, അത് എക്സസൈസാണ്. സോ എക്സസൈസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ തടി കൂടുന്നത് അതും നോക്കണം. നിങ്ങൾ ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ നോക്കും, നിങ്ങൾ അടുത്തൊക്കെ തടി കൂടുതലുണ്ടെന്ന് നമ്മൾ അതിനുള്ള സാധനം കൊണ്ടുവന്ന് തരും. ഹൈറ്റും വെയിറ്റും വെച്ച് ഞങ്ങൾ പറഞ്ഞുതരാം എത്ര നിങ്ങൾ വെയിറ്റ് കുറയണം. അപ്പം നിങ്ങൾ വെയിറ്റ് കുറഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ്, തടി കൂടുമ്പോൾ നമ്മുടെ കൊഴുപ്പ് ദേഹത്തിൽ കൂടും. കൊഴുപ്പ് ദേഹത്തിൽ കൂടുമ്പോൾ എന്താവും, ഈ കൊഴുപ്പിൽ ഈസ്ട്രോജൻ, നമ്മുടെ ഹോർമോൺ കൺവേർഷൻ ഉണ്ടാവും കൊഴുപ്പിൽ. അപ്പം എന്താവും, നമ്മുടെ ഹോർമോൺ ലെവൽ കൂടും. ഹോർമോൺ ലെവൽ കൂടുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾക്ക് അഗെയിൻ ക്യാൻസറിൻ്റെ ചാൻസാണ് കൂടുന്നത്. പിന്നെ ഒരു കാര്യം ഇതുവരെ അറിയാത്തെന്താ വെച്ചാൽ, ഇപ്പം നമുക്ക് മാസക്കൂടി കറക്റ്റല്ല, കൃത്യമായി വരുന്നില്ല, അതൊന്നും എനിക്ക് തോന്നുന്നില്ല ഇതായിട്ട് ബന്ധമുണ്ട്, ക്യാൻസറായിട്ട് ബന്ധമുണ്ട്. അത് നിങ്ങൾ പേടിക്കണം. ഇപ്പം ചിലപ്പോൾ എല്ലാവർക്കും മാസക്കൂടി കൃത്യമായിട്ട് വരണമെന്നില്ലല്ലോ, ചിലവർക്ക് കൃത്യമായിട്ട് വരും. പക്ഷെ അത് പേടിക്കേണ്ട, അത് ക്യാൻസറായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ. പിന്നെ ഈ പെൺകുട്ടികളുടെ പറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നേരത്തെ മാസക്കുടി ആദ്യമായിട്ട് ഒരു പെൺകുട്ടിക്ക് വരുന്നത് പണ്ടൊക്കെ 12-13 വയസ്സിലായിരുന്നു. ഇന്ന് 9 വയസ്സ്, 8 വയസ്സ്, 10 വയസ്സ്. ആഹാരശൈലി ആയിരിക്കാം പെൺകുട്ടികൾക്ക് ആദ്യത്തെ മാസക്കുടി വളരെ നേരത്തെ വരുന്നു. സോ നേരത്തെ മാസക്കുടി വരിക. പിന്നെ അത് കഴിഞ്ഞിട്ട് വളരെ ലേറ്റായിട്ട് ഒരു 55 വയസ്സ് കഴിഞ്ഞിട്ട് മാസക്കുടി നിൽക്കുന്നില്ലെങ്കിൽ അവർക്കും കൂടുതൽ ചാൻസ്. ബിക്കോസ് ഹോർമോൺ ഇങ്ങനെ നമ്മുടെ ബ്രസ്റ്റിൻ്റെ മുകളിൽ ഓരോ മാസക്കുടി വരുമ്പോഴും ഹോർമോൺ ആക്ഷൻ ഉണ്ട്. ഹോർമോണിൻ്റെ പ്രവർത്തനം കൊണ്ടാണല്ലോ നമുക്ക് മാസക്കുടി വരുന്നത്. സോ ഈ ഹോർമോൺ ആക്ഷൻ്റെ കാലാവധി കൂടുതൽ നമ്മുടെ ദേഹത്തിൽ ഉണ്ടാവും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വളരെ നേരത്തെ ഒരു 10 വയസ്സാകുമ്പോൾ മാസക്കുടിയായി, 55-56 വയസ്സായി മാസക്കുടി നിന്നിട്ടില്ല.
ആകെ അവിടെ പ്രഗ്നൻസിയുടെ സമയത്ത് മാത്രമേ ഈ ഹോർമോൺ അതിനൊരു എന്താ പറയുക ഒരു കട്ട് ഓഫ് വരുന്നുള്ളൂ. ഹോർമോൺ ആക്ട് ചെയ്യാൻ നമുക്ക് പ്രഗ്നൻസിയിൽ പാല് കുട്ടിക്ക് കൊടുക്കുമ്പോഴും മാത്രം. അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഈ ഹോർമോൺസ് നമ്മുടെ ദേഹത്തിൽ ആക്ട് ചെയ്യുന്നുണ്ട്. സോ തടി കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഹോർമോൺ സെക്രീഷൻ കൂടും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ തടി കൂടരുത്, നമ്മുടെ ഹൈറ്റിനൊത്ത വെയിറ്റേ നമ്മൾക്ക് പാടുള്ളൂ. മനസ്സിലായല്ലോ? പിന്നെ നമ്മുടെ വേറൊന്ന് ഇപ്പം ബ്രസ്റ്റ് ക്യാൻസറും ഓവറിയിലെ ക്യാൻസറും ഒക്കെ കണക്റ്റഡാണ്. സോ ബ്രസ്റ്റിൽ ക്യാൻസർ വന്നാൽ പിന്നെ ഓവറി നമ്മളത് അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഓവറി ചെക്ക് ചെയ്യണം. ബ്രസ്റ്റ് ക്യാൻസർ വന്നു അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഒക്കെ മാറി, പക്ഷെ അതോടുകൂടെ നമ്മൾ മിണ്ടാണ്ടിരിക്കരുത്. ഓവറി അവിടെ ഉണ്ടെങ്കിൽ ഓവറി നോക്കണം. അണ്ടാശയത്തിൽ പിന്നെ എന്തെങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് നിങ്ങൾക്ക് ഈ പറഞ്ഞ BRCA1 ഇല്ലല്ലോ. സോ നമ്മുടെ ഓവറി എങ്ങനെയാണ് നമ്മൾ ഓവറി നോക്കുക? ഉള്ളിൽ കൈ ഇപ്പം നമ്മൾ ചിലപ്പോൾ പരിശോധിച്ചാലും അത്രയും വലുതായാൽ മാത്രമേ നമുക്ക് ഓവറിയിൽ മുഴയുണ്ടെന്ന് പറയാൻ പറ്റൂ. അല്ലാണ്ട് ചെറിയ ചെറിയ മുഴകൾ ഞങ്ങൾക്ക് ഉള്ളിൽ പരിശോധിച്ചാലും പറയാൻ പറ്റണമെന്നില്ല. സ്കാൻ എടുക്കുമ്പോൾ നമുക്കറിയാം ഓവറി നോർമലാണോ അല്ല ഓവറിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. സോ നമ്മുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്തു അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ വന്നു, നമ്മുടെ യൂട്രസും ഓവറിയൊക്കെ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഓവറിക്ക് വല്ല പ്രശ്നമുണ്ടോ നോക്കണം. അതേപോലെ നമുക്കിപ്പം യൂട്രസിൽ ക്യാൻസർ വന്നു എന്ന് വെച്ചോളൂ. എത്ര പേരില്ല യൂട്രസിൽ ക്യാൻസർ വരാം? യൂട്രസൊക്കെ എടുത്തു കഴിഞ്ഞു, എല്ലാം മാറി, ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അപ്പം നമ്മൾ മിണ്ടാണ്ടിരിക്കരുത്. യൂട്രസ് പോയി ശരിയാണ്, പക്ഷേ നമ്മളെ ബ്രസ്റ്റ് അവിടെ ഉണ്ട്. മനസ്സിലായോ? അപ്പം പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബ്രസ്റ്റ് യൂട്രസിൽ ക്യാൻസർ വന്നാൽ യൂട്രസ് എടുത്ത് കളഞ്ഞു, എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞാലും നമ്മുടെ ബ്രസ്റ്റ് നമ്മൾ നോക്കിക്കൊണ്ടേ ഇരിക്കണം. ബിക്കോസ് യൂട്രസിൽ ക്യാൻസർ വന്നാൽ പിന്നെ അടുത്തത് നമുക്ക് വരാൻ ചാൻസ് ഉള്ളതാണ് നമ്മുടെ ബ്രസ്റ്റ്. മനസ്സിലായില്ലേ? സോ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളവിടെ നമ്മുടെ ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യാനും മറക്കരുത്. സ്കാൻ ചെയ്താൽ മതി. സ്കാനാണ് ഏറ്റവും നേരത്തെ. പിന്നെ സ്കാനിൽ എന്തെങ്കിലും സംശയം നമ്മൾ സാധാരണ മാമോഗ്രാഫി പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് മാമോഗ്രാഫി പറയും. പക്ഷെ മാമോഗ്രാഫി കാണുന്നതെല്ലാം ക്യാൻസർ ആവണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ അതിൽ ക്യാൻസർ അല്ലെങ്കിലും അതുപോലെ ചിലപ്പോൾ കാണാം. അതിന് നമ്മൾ ഫോൾസ് പോസിറ്റീവ് എന്ന് പറയും. വെച്ചാൽ ക്യാൻസർ ഇല്ല പക്ഷെ അതിന് കാണിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കുത്തിയെടുത്ത് ക്യാൻസർ ഇല്ലാന്ന് പ്രൂവ് ചെയ്യും. അങ്ങനെയാണ്. ഓക്കെ. അതുകൊണ്ട് നമ്മൾ അപ്പം ഇതിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് എത്രയും നേരത്തെ നമുക്ക് ക്യാൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ അത്രയും നേരത്തെ കണ്ടുപിടിക്കും. പിന്നെ ആഹാരത്തിൽ 1-2 കാര്യങ്ങളും കൂടി ഉണ്ട്. പല സ്ത്രീകളും ഇന്ന് സിഗരറ്റ് വലിക്കും. ആണുങ്ങളെക്കാട്ടി കൂടുതൽ വലിക്കുന്നത് സ്ത്രീകളാണ്. ഈ സിഗരറ്റ് വലി, ബീഡി വലി ഒക്കെ മോശം. എന്തുകൊണ്ടാണ്? ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് മുഴുവൻ വിഷങ്ങളാണ്. അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ വിഷങ്ങളാണ്. അത് നമുക്ക് ക്യാൻസർ ഉണ്ടാക്കാൻ. സിഗരറ്റ് പ്രത്യേകിച്ച് വലിച്ചാൽ അത് പറയുന്നത് തലതൊട്ട് കാല് വരെ ക്യാൻസർ വരാം. അത്ര മോശമാണ് സിഗരറ്റ് വലി, ബീഡി വലി. അതൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് നിർത്തണം, സ്റ്റോപ്പ്. പിന്നെ ആൽക്കഹോൾ, മദ്യം ഒരൊറ്റ ഇപ്പോൾ ഒരു പെഗ്, ഒരു ഗ്ലാസ്, പക്ഷേ ഒരു ഡ്രിങ്ക് നമ്മൾ ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ ഡെയിലി ഇപ്പോൾ ഒരു ഡ്രിങ്ക് എടുക്കുന്ന ആൾക്കാരുണ്ട്. ജോലി കഴിഞ്ഞാൽ അവർ പറയും അവർക്ക് റിലാക്സ് ചെയ്യണം. എങ്ങനെയാണ് റിലാക്സ് ചെയ്യാം? മദ്യം. സോ സ്ത്രീകളിൽ ഇഷ്ടംപോലെ മദ്യം കഴിക്കുന്ന ആൾക്കാരുണ്ട്. സിഗരറ്റ് വലി, മദ്യം. ഇന്നലെ ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ അവർക്ക് ഇഷ്ടംപോലെ സ്ത്രീകൾ അവിടെ മദ്യവും സിഗരറ്റ് വലി ഒക്കെയാണ്. സിഗരറ്റ് വലിക്കാനായിട്ട് അവർക്കൊരു സ്ഥലമുണ്ട്, ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി സിഗരറ്റ് വലിച്ചോളാം. സോ ബാക്കിയുള്ള ഒരു പാസീവ് സ്മോക്കിംഗ് ഉണ്ട്. നമ്മൾ അടുത്തിലാണ് ഇപ്പം ഭർത്താവ് സിഗരറ്റ് വലിക്കുന്നത്. അടുത്തേക്ക് കഴിച്ചാൽ നമുക്കും കൂടെ അത് ബാധിക്കും. അപ്പം നമ്മൾ ദൂരെ പോയി ഇരിക്കണം. ഭർത്താവിനോട് ദൂരെ പോകുന്നത് കഴിക്കണം, നമ്മൾ ദൂരെ പോയി ഇരിക്കും. സോ നമുക്കത് കൊള്ളാണ്ടിരിക്കാം. അതിനാണ് പാസീവ് സ്മോക്കിംഗ് എന്ന് പറയാം. സോ സിഗരറ്റ് വലി ഉണ്ട്. പിന്നെ ഈ ആൽക്കഹോൾ ഡെയിലി ഇപ്പം ഒരു പെഗ് ആൽക്കഹോൾ കഴിക്കുകയാണെങ്കിൽ ഈ ആൽക്കഹോൾ എന്താ വെച്ചാൽ നമ്മുടെ ബ്രസ്റ്റിലുള്ള ഡക്സില്ലേ, ചെറിയ ചെറിയ ഡക്സില്ല, അതിൽ കൂടിയാണല്ലോ പാല് വരുന്നത്. അതിലെല്ലാം ഈ ക്യാൻസർ, ഈ സെൽസിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ സഹായിക്കും. മനസ്സിലായില്ലേ? അതിൽ സോ ക്യാൻസർ വരാനുള്ള ചാൻസ് നമുക്ക് കൂടി. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു ദിവസം കുടിക്കുന്നതിനല്ല പറയുന്നത്, പക്ഷെ റെഗുലർ ബേസിസിൽ നമ്മൾ ഡ്രിങ്ക്സ് കഴിക്കുക, സിഗരറ്റ് വലിക്കുക, അത് സ്ത്രീകൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്താ വെച്ചാൽ നമുക്ക് ദോഷമാണ്. ഈവൻ ആണുങ്ങൾക്കും ക്യാൻസർ, ഈ ആണുങ്ങൾക്ക് ഇപ്പം നോക്കിയാൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ വരുന്നത് ലങ്സിലാണ് ആണുങ്ങൾക്ക്. സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ഇപ്പം കേരളയിൽ നമ്പർ 1 ബ്രസ്റ്റ് ക്യാൻസറാണ്. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ പറയാനുള്ളത്
ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും വളരെ നേരത്തെ 35, 36 അല്ലെങ്കിൽ 45 വയസ്സിൽ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ അവർ BRCA പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങളും ജനറ്റിക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്കും ആ ജീൻ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കണം. ബിക്കോസ് അപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ വിധമേ മാറും. മനസ്സിലായോ? പിന്നെ വേറെ പറയാനുള്ളത് തടി കൂടുതൽ ഞാൻ പറഞ്ഞു. സോ ഇന്നിപ്പം നോക്കിയിട്ട് എത്ര ആൾക്കാർ ഇവിടെ തടി കൂടുതലുണ്ടെന്ന് നോക്കണം. ആരാണ് കറക്റ്റ്, ആരാണ് കുറച്ച് പേര് എന്നോട് കറക്റ്റ്. ബാക്കി എല്ലാവരും വെയിറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ എല്ലാവരും ഇന്ന് മുതൽ തീരുമാനിക്കണം നിങ്ങളെ വെയിറ്റ് കുറയ്ക്കാൻ. എങ്ങനെ വെയിറ്റ് കുറയ്ക്കണം? പെട്ടെന്ന് വിചാരിച്ചാൽ പറ്റില്ല. മധുര പലഹാരങ്ങൾ, ബേക്കറി സാധനങ്ങൾ, എണ്ണയിൽ മുക്കിപ്പറ്റിയ സാധനങ്ങൾ എല്ലാം കുറയ്ക്കാം. ചോറ് അത്രയും ഇഷ്ടമാണെങ്കിൽ ഒറ്റ നേരം ചോറിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാം. പിന്നെ ദിവസവും 30 മിനിറ്റ് നടക്കുക. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ചെയ്താൽ മധുരം കഴിക്കുന്നവർക്ക് ഒരു ഫ്രൂട്ട് കഴിക്കാം. അപ്പം വെയിറ്റ് കുറയാൻ സാധിക്കും. ശരിക്കും ഒരാഴ്ചയിൽ നമ്മൾ 1/2 കിലോ കുറയണമെന്നാണ് പറയാം. ഇനി അത് സാധ്യമല്ലെങ്കിൽ 2 ആഴ്ച സമയമുണ്ട്. 2 ആഴ്ചയിൽ ഒരു 1/2 കിലോ കുറയാൻ നോക്കാം. 1/2 കിലോ എന്ന് പറയുമ്പോൾ നമ്മുടെ വെയിറ്റ് മെഷീനിൽ ഒരു ഡിവിഷൻ, ഒറ്റ ഡിവിഷൻ കുറഞ്ഞാൽ മതി. അത് ചെയ്താൽ നിങ്ങൾ വിജയിച്ചു. അങ്ങനെ എല്ലാ 2 ആഴ്ച കൊടുക്കുമ്പോൾ നോക്കാം നിങ്ങളുടെ വെയിറ്റ് മെഷീനിൽ കയറിയിട്ട് എത്ര നിന്ന് ഒരു ഡിവിഷൻ. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കണം. ഇപ്പം ഇത്ര വെയിറ്റ് ഒന്നും അത് ടെൻഷൻ അടിക്കേണ്ട. നമ്മുടെ എയിം എന്താണ്? ഒറ്റ ഡിവിഷൻ വെയിറ്റ് മെഷീനിൽ കുറയ്ക്കുക എന്നുള്ളത്. അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ, ടെൻഷനും ഇല്ല. 2 ആഴ്ച സമയമുണ്ട്. നിങ്ങൾക്ക് നല്ലോണം എക്സസൈസും നിങ്ങൾ ആഹാരമൊക്കെ നോക്കി കുറയ്ക്കാൻ. ആ 2 ആഴ്ചയിൽ ഒരു ഡിവിഷൻ കുറഞ്ഞാൽ നിങ്ങളെ തന്നെ അഭിനന്ദിക്കുക, കറക്റ്റ്. പക്ഷെ അതും കഴിഞ്ഞിട്ട് ഒരു ഡിവിഷൻ കുറഞ്ഞാൽ പിറ്റത്തെ ആഴ്ച നല്ലോണം ഭക്ഷണം കഴിക്കരുത്. പിന്നെ സാധാരണ ആൾക്കാർ പേഷ്യൻസ് എന്ന് പറയും നിങ്ങൾ വെയിറ്റ് ഇപ്പോൾ കുറഞ്ഞാൽ നമ്മൾ സന്തോഷം വെരി ഗുഡ് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ വരുമ്പോഴാണ് വെയിറ്റ് കൂടി. അപ്പോൾ ഞാൻ വിചാരിച്ച പോട്ടെ ഒരു ആഴ്ച ഞാൻ ഒന്നും നോക്കിയില്ല, നല്ലോണം ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്തായാലും ഒരാഴ്ച കഴിച്ചിട്ടില്ല, അത് കാണില്ല. ഇത് തുടർച്ചയായിട്ട് നിങ്ങളുടെ വെയിറ്റ് എത്ര വേണം അത് എത്തുന്നവരെ നിങ്ങൾ ശ്രമിക്കണം. അത് ചിലപ്പോൾ 6 മാസം എടുക്കും, അല്ലെങ്കിൽ 1 കൊല്ലം, എത്ര കാലം നിങ്ങൾ എടുത്താലും വേണ്ടില്ല. 2 ആഴ്ചയിൽ ഒരു ഡിവിഷൻ നിങ്ങൾ കുറയണം. അതായിരിക്കണം നിങ്ങൾ എയിം. അങ്ങനെ ചെയ്താൽ എത്രയോ ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടും. വെയിറ്റ് കുറയും, ക്യാൻസർ വരാനുള്ള സാധ്യത കുറയും, എല്ലാം നിങ്ങൾക്ക് കുറയും. ഓക്കെ. പിന്നെ സ്മോക്കിംഗ് ഞാൻ പറഞ്ഞ ആൾക്കാർ പറയും. പിന്നെ ബ്രസ്റ്റിൽ ഏതെങ്കിലും നമുക്ക് ചിലപ്പോൾ ചിലർക്ക് മുഴകൾ, എല്ലാം ക്യാൻസർ ആവണമെന്നില്ല. ക്യാൻസർ അല്ലാത്ത മുഴകളും ഉണ്ട്. ഒന്ന് ഫൈബ്രോ എഡിനോമ എന്ന് പറയും. ഫൈബ്രോ എഡിനോമ എന്ന് പറഞ്ഞാൽ ശരിക്കൊരു നമ്മുടെ ബ്രസ്റ്റിനുള്ളിൽ ഒരു കല്ല് വെച്ച പോലെ ഉണ്ടാവും. തൊട്ട് കഴിയുമ്പോൾ നമുക്കറിയാം നല്ല കല്ല് പോലെ. മാത്രമല്ല അതിങ്ങനെ നീങ്ങി കഴിക്കും. അപ്പം അതിന് പറയാം ഒരു എലി നമ്മുടെ ബ്രസ്റ്റിനുള്ളിൽ ഓടിക്കളിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. അതിപ്പോൾ മൗസ് ഇൻ ദ ബ്രസ്റ്റ് എന്നാണ് പറയും. ഫൈബ്രോ എഡിനോമ അത് ക്യാൻസർ അല്ല. അതൊക്കെ വരുമ്പോൾ വിദേശത്താണ്. അത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തു കളയേണ്ട ആവശ്യമില്ല. അത് വലുതാവുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എടുത്തു കളയൂ. ചില 5 സെൻറ്റിമീറ്ററിന് മേലെ ഒക്കെ ചെറുപ്പത്തിൽ ചെറിയ 20 വയസ്സ് 20 ആ ചെറിയ പ്രായത്തിൽ കാണാറുണ്ട് ഫൈബ്രോ എഡിനോമ. സോ അത് ചെറുതാണെങ്കിൽ എടുത്തു കളയേണ്ട. പക്ഷെ അത് വലുതാവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് അതിൽ തൊട്ടാൽ വേദനയുണ്ട്. പിന്നെ അത് വലുതാവുന്ന 5 സെൻറ്റിമീറ്ററിൽ കൂടുതലാവുകയാണെങ്കിൽ ചെറുപ്പാണെങ്കിൽ നമ്മൾ എടുത്തു കളയുക നല്ലത്. ബിക്കോസ് പിന്നെ പ്രഗ്നൻസി, പാലുകൂടി ഒക്കെ ഉണ്ടല്ലോ. ഇതുണ്ടെങ്കിലും കുട്ടിക്ക് പാല് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വലുതാണെങ്കിൽ മാത്രം നിങ്ങൾ എടുത്തു കഴിയാൻ ചിന്തിച്ചാൽ മതി. പിന്നെ വേറെ നമ്മൾ പറയുന്നത് ഫൈബ്രോ എഡിനോസിസ്. ഫൈബ്രോ എഡിനോസിസ് ഉണ്ട്. അതിങ്ങനെ ബ്രസ്റ്റ് തൊട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇതിങ്ങനെ ഉള്ളിലെന്തോ ഒരു മണ്ണ് വാരിയിട്ട പോലെ ഉണ്ടാവും. അത് ഫൈബ്രോ എഡിനോസിസ് ആകുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവും. വേദന എന്ന് പറഞ്ഞാൽ മാസക്കുടിയുടെ സമയത്ത് വേദന ഉണ്ടാവും, ചിലപ്പോൾ അല്ലാണ്ട് വേദന ഉണ്ടാവും. ഇപ്പോൾ ഫൈബ്രോ എഡിനോസിസ് ഒക്കെ വന്നാൽ നമ്മളത് സാധാരണ വൈറ്റമിൻ ഗുളിക കൊടുക്കുക. വൈറ്റമിൻ ഇ ഒക്കെ നമ്മൾ കൊടുക്കും. ഒരു 3 മാസം 6 മാസം വരെയൊക്കെ കൊടുക്കും. അത് നമ്മൾ പക്ഷേ ഫൈബ്രോ എഡിനോസിസ് ആണെന്ന് നമ്മൾ ഇപ്പോൾ സ്കാൻ ചെയ്താൽ എല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. എന്തെങ്കിലും സംശയം നമ്മളൊരു ബയോപ്സി എടുത്ത് അത് തന്നെയല്ലേ എന്ന് കൺഫേം ചെയ്യും. സോ ഇങ്ങനെ 2 അസുഖങ്ങളാണ് ബ്രസ്റ്റിന് വരിക. പിന്നെ ബ്രസ്റ്റിൽ വേദന എന്ന് പറഞ്ഞാൽ മാസക്കുളിയുടെ സമയത്തുള്ള വേദന നിങ്ങൾക്ക് അത്ര പേടിക്കാനില്ല. മാസക്കുളി അല്ലാത്ത സമയത്തുള്ള വേദന നിങ്ങൾ ശ്രദ്ധിക്കണം. എസ്പെഷ്യലി 2 ആഴ്ച കൂടുതലുണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി നിങ്ങൾ ഡോക്ടറെ കാണും. സോ എനിക്ക് തോന്നിയപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഒരു ഐഡിയ കിട്ടിയില്ലേ എന്തൊക്കെയുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് 1 2 3 4 ആഴ്ചയിൽ പറയാൻ പറ്റുമോ? പച്ച മുമ്പിലേക്ക് ആൾക്കാരെ ശ്രദ്ധിക്കും. ബാക്കിൽ ചിലപ്പോൾ ഉറങ്ങി പോയി വരും. അത് എൻ്റെ പേര് ബിസ്മി.
ഒന്നാമതായിട്ട് ഒരു സ്ത്രീ ശ്രദ്ധിക്കേണ്ടത് സ്വയം പരിശോധനയാണ് ഒരു സ്ത്രീക്ക് ഏറ്റവും വലുതായിട്ട് വേണ്ടത്. നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഒരു സാധാരണയായിട്ട് നമ്മൾ തടിപ്പാവെന്ന് നമുക്ക് തോന്നണമെങ്കിൽ നമ്മൾ കൈകൊണ്ട് മേഡം പറഞ്ഞാൾക്ക് ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കുക. അതൊക്കെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ തോന്നിയത് നമ്മുടെ ജീവിതത്തിൽ നാം കൂടുതലും കഴിക്കുന്നത് ഫാറ്റി ഫുഡാണ്. അപ്പം അതൊന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട് നമ്മൾ നോക്കുക. പിന്നെ മൂന്നാമതായിട്ട് പറയാനുള്ളത് പിന്നെ എക്സസൈസ്. എനിക്കാണെങ്കിൽ ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ് എക്സസൈസ്. കൂടിപ്പോയിട്ടാണ് 2-3 ദിവസം അത് നമ്മൾ ചെയ്യും, പിന്നെ അങ്ങോട്ട് സാധാരണയായിട്ട് അത് അങ്ങോട്ട് മുടക്കി കളയാണ് എൻ്റെ ഒരു ഇതായിട്ട് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ അത് മാറ്റി വെച്ചിട്ട് നമുക്ക് പറ്റുന്ന സമയം നമ്മൾ അതിനായിട്ട് തിരഞ്ഞെടുത്ത് എക്സസൈസ് ചെയ്യാൻ നോക്കുക. പിന്നെ പറയണത് പിന്നെ ഫുഡിൽ നമ്മൾ കൂടുതലും പച്ചക്കറികൾ ഫ്രൂട്ട്സ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പച്ചക്കറികളാണെങ്കിൽ നമ്മൾ കഴുകി ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ മധുരം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അപ്പം നമ്മൾ കൂടുതലും സ്വീറ്റ് ഒഴിവാക്കിയിട്ട് നമ്മൾ ഫ്രൂട്ട്സ് മേഡം പറഞ്ഞാൽ നമ്മൾ ഡെയിലി ഓരോ ഫ്രൂട്ട്സും നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് കൂടുതലായിട്ടും അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഓരോ സീസണിൽ വരുമ്പോൾ നമ്മൾ അത് കഴിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പം നമുക്ക് മധുരത്തിനോടുള്ള താല്പര്യം കുറയുകയും നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഫ്രൂട്ട്സ് കൂടുതലായിട്ട് കഴിക്കാനും നമ്മൾ ശ്രമിക്കും. വെരി ഗുഡ്. എന്താണെന്നല്ലോ നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയട്ടെ. ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ കാര്യം? ഈ പറഞ്ഞത് മുഴുവൻ വെള്ളത്തിൽ വരയ്ക്കും പോലെയാവും, ഒരു കാര്യമില്ല. സോ എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കിയെന്ന് അറിയാനാണ്. ഫ്രണ്ടിലാകുമ്പോൾ അധികം നമ്മൾ ഉറങ്ങി പോകില്ല, ബാക്കിലാകുമ്പോൾ ഉറങ്ങാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. എന്നുവെച്ചാൽ നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് ഒക്കെ രാത്രി ചിലപ്പോൾ വളരെ നേരത്തെ എണീറ്റ് എല്ലാ പണിയും ചെയ്ത് വരുന്ന ആൾക്കാരായിരിക്കും. സോ ഉറക്കം വരാനുള്ള സ്വാഭാവികം, അതിലൊരു തെറ്റില്ല. മുമ്പിൽ ഇരുന്ന് കേൾക്കുമ്പോൾ അത്രയും ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നതിലാണ് ഇത് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ചിലപ്പോൾ നമ്മൾക്ക് പെൺകുട്ടികളുണ്ടെങ്കിൽ അവർ ഇപ്പം ചില എന്തെങ്കിലും അസുഖത്തിന് റേഡിയേഷൻ ടെസ്റ്റിന് നെഞ്ചിന് റേഡിയേഷൻ അസുഖങ്ങളിൽ റേഡിയേഷൻ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. വെച്ചാൽ അങ്ങനത്തെ കുട്ടികൾക്കും ഈ ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യത കൂടുതലുണ്ട്. സോ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാം നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായല്ലോ. എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ സ്കാനാണ്, പിന്നെ മാമോഗ്രാം ഉണ്ട്, MRI ഉണ്ട്. അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ തീരുമാനിക്കും നിങ്ങൾക്ക് ഏത് ഇൻവെസ്റ്റിഗേഷൻ വേണം. അൾട്രാസൗണ്ട് എന്തായാലും ചെയ്യും, മാമോഗ്രാഫി പിന്നെ 40 വയസ്സിന് അതും വേണം. MRI നമ്മൾ അധികം ഇപ്പോൾ ഒരു ബ്രസ്റ്റിൽ ഒരു ക്യാൻസർ വന്നു, പിന്നെ അടുത്ത ബ്രസ്റ്റിൽ ഉണ്ടോ എന്നറിയാൻ നമ്മൾ MRI എടുക്കാറുണ്ട്. അല്ലെങ്കിൽ അതേ ബ്രസ്റ്റിൽ ഒന്നിൽ കൂടുതൽ, ചിലപ്പം ഒരു ക്യാൻസറിൻ്റെ ഒരു മുഴ മാത്രമായിരിക്കില്ല, ഒന്നിൽ കൂടുതൽ ഒരേ ബ്രസ്റ്റിൽ കാണാം. അതും അത്ര നല്ലതല്ല. സോ അതൊക്കെ നമ്മൾ MRI ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇതോടെ ഞാൻ നിർത്തുന്നു. ഇന്ന് മുതൽക്ക് നിങ്ങളെല്ലാവരും വെയിറ്റ് റിഡക്ഷൻ ചെയ്യണം. 2 ഭക്ഷണ രീതി ഒന്ന് മാറ്റണം, എക്സസൈസ് ചെയ്യാൻ തുടങ്ങണം. ഇവിടെ എക്സസൈസ് ചെയ്യാൻ സമയം കണ്ടെത്തണം. ഭക്ഷണം കഴിഞ്ഞ് ഒരു 30 മിനിറ്റ് വീട്ടിനുള്ളിൽ തന്നെ നന്നാവും. ഓക്കെ, പുറത്ത് എവിടെയും പോകണ്ട. താങ്ക് യു.